മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമ മഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രവിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 പത്രോസ് 1 അധ്യായത്തിന്റെ 13 വാക്യം ശ്രദ്ധിക്കുക. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. അപ്പോസ്തലനായ പത്രോസ് പ്രത്യാശയുടെ അപ്പോസ്തലനാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ കഷ്ടതയുടെ മധ്യത്തിൽ ഉറച്ചു നിൽപ്പാൻ അവരെ പ്രേരിപ്പിക്കുന്നത് ഈ ഭൂമിയിലെ എന്തെങ്കിലും കാര്യം പറഞ്ഞല്ല, പിന്നെയോ അവർക്ക് ലഭിച്ചിരിക്കുന്ന വലിയ സ്വർഗീയ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞാണ്. ഇവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ മനസ്സ് ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് ഇളകിപ്പോകരുത്. ഇളകിപ്പോകാവുന്ന പല സാഹചര്യങ്ങൾ കഷ്ടതയുടെ മധ്യത്തിൽ ഉണ്ടാകാം. എന്ന് ഇളകിപ്പോകരുത്. ഇളകിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നിർമ്മതരാകണം. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിനെ ഒരു കുതിരയെ കടിഞ്ഞാണുകൊണ്ട് നിയന്ത്രിച്ച് ഉപയുക്തമാക്കുന്ന പോലെ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണം. എങ്ങനെ ഇത് സാധിക്കും? യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശയുള്ളവരായിരിക്കുക. യേശു ക്രിസ്തുവിന്റെ വരവ് എന്ന ഏക വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മറ്റെല്ലാത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുക. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവെന്ന ആ വിഷയത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ഇളക്കുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ആരും കർത്താവിന്റെ വരവിനായി ഒരുങ്ങുവാൻ പിശാചിന് താല്പര്യമില്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ വിശ്വാസിയോട് പറയുന്നത് നമ്മൾ 2 കൊരിന്ത്യർ അതിന്റെ 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിർമ്മലതയിലായിരിക്കുന്ന വിശ്വാസികളോട് പറയുകയാണ്, ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും വിട്ട് വഷളായി പോകുവാൻ ഇടയാകും. എങ്ങനെ സാധിക്കും? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്. പിശാച് നമ്മുടെ മനസ്സിനെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിൽ നിന്നും വിട്ട് വഷളാക്കാൻ പോകുവാനുള്ള ചതിപ്രയോഗങ്ങൾ നടത്തും. ലോകത്തിന്റെ മോഹങ്ങൾ, പാപത്തിന്റെ ഇമ്പങ്ങൾ, ജഡത്തിന്റെ ആഗ്രഹങ്ങളിലൂടെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നാം വഷളായിപ്പോയി കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാതിരിപ്പാൻ പിശാച് ശ്രമിക്കും എന്നുള്ളതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് പിശാചിന്റെ ആ കണിയിൽ നിന്ന് നാം പ്രാർത്ഥനയാലും ദൈവകൃപയാലും തെറ്റി ഒഴിഞ്ഞ് കർത്താവിന്റെ പ്രത്യക്ഷതയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കണം. മാത്രമല്ല, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് മറ്റൊരു കാര്യം. കർത്താവ് അവരെ വിട്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. അവരോട് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കാൻ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കും. ഹൃദയം കലങ്ങുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവെങ്കിൽ നിന്ന് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാം. പ്രശ്നങ്ങൾ നേരിടുമ്പോൾ, പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാം. ദുഃഖം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്.
എന്നാൽ ഹൃദയം കലങ്ങേണ്ട ആവശ്യമില്ല. പൗലോസ് തെസ്സലോനിക്ക വിശ്വാസികൾ പറയുന്നുണ്ടല്ലോ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. കർത്താവ് വരും, മരിച്ചവർ ഉയർക്കും, ജീവിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും, അവരൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിച്ചു പിടിച്ചുകൊള്ളുവിൻ. ഹൃദയം ആശ്വാസമുള്ളതായിരിക്കണം. കർത്താവ് വരും, സഭയെ ചേർക്കും. ആ പ്രത്യാശയിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ആശ്വാസം കൈക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, കഷ്ടതയുടെ മധ്യത്തിൽ നമ്മൾ കുലുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്, തകർന്നു പോകാനുള്ള സാധ്യത. എബ്രായ വിശ്വാസികൾ കഷ്ടതയുടെ മധ്യത്തിൽ അവർ പിന്തിരിഞ്ഞ് പോകാൻ ശ്രമിക്കുന്നതായിട്ട് നാം എബ്രായ ലേഖനത്തിൽ നിന്ന് കാണാൻ കഴിയും. അവരുടെ മനസ്സിനോട് പൗലോസ് പറയുകയാണ്, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. തങ്ങളുടെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷോർത്ത് അവമാന മനുഷ്യ ക്രൂസിലെ സഹിച്ച കർത്താവിനെ നോക്കുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ ഇങ്ങനെയുള്ളവനെ ധ്യാനിക്കുക, കർത്താവിനെ ധ്യാനിക്കുക. കർത്താവ് വരും, ഈ കഷ്ടങ്ങൾ മാറും, ഈ ദുരിതങ്ങൾ തീരും. കർത്താവ് ഈ കഷ്ടതയോടുകൂടി പോക്ക് വഴി തരും. കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഹൃദയം ചഞ്ചലപ്പെടാതിരിപ്പാൻ, ഹൃദയം ഏകാഗ്രതയോടെ ഇരിപ്പാൻ, ഹൃദയം വഷളായി പോകാതിരിപ്പാൻ, ഇവിടെ പൗലോസ് പറയുന്ന പോലെ ഉറച്ച മനസ്സോടുകൂടി നിർമ്മതരായി നിയന്ത്രിക്കപ്പെട്ടവരായി, കർത്താവിന്റെ വരവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി, കർത്താവിന്റെ വരവിനോട് അധ്വാനിപ്പാൻ, കർത്താവിന്റെ വരവിനോട് പോകുവാൻ, പ്രവർത്തിപ്പാൻ, കൊടുക്കുവാൻ, കർത്താവിന്റെ വരവിനോട് വിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് കഴിയുന്നതാണ്. ഇനി പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പൂർണ്ണ പ്രത്യാശ വെച്ചോൾവീൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലും നാം പ്രത്യാശ വെക്കണ്ട. അതെല്ലാം താൽക്കാലികമാണ്, മാറിപ്പോകുന്നതാണ്. ആ പ്രത്യാശ ഭംഗമുള്ളതാണ്, അത് നമ്മെ ലജ്ജിപ്പിക്കുന്നതാണ്. എന്നാൽ കർത്താവിന്റെ പോലെയുള്ള പ്രത്യാശ അത് ലജ്ജിപ്പിക്കത്തില്ല. അത് ഭംഗമില്ലാത്ത പ്രത്യാശയാണ്, അത് ഭാഗ്യകരമായ പ്രത്യാശയാണ്, അത് തേജസ്സിന്റെ പ്രത്യാശയാണ്, അത് ജീവനുള്ള പ്രത്യാശയാണ്, ജീവന്റെ പ്രത്യാശയാണ്, അത് നിലനിൽക്കുന്ന പ്രത്യാശയാണ്. ആ പ്രത്യാശയിൽ പൂർണ്ണ പ്രത്യാശ, മറ്റൊന്നിലേക്ക് നോക്കാതെ, സമ്പത്തിലേക്കോ സൗകര്യങ്ങളിലേക്കോ സുഖങ്ങളിലേക്കോ മനുഷ്യരിലേക്ക് നോക്കാതെ നമ്മുടെ പ്രത്യാശ പൂർണ്ണമായി കർത്താവിൽ വെക്കുക. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. ഇനി അടുത്ത കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിരുന്നു. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവം നമുക്ക് കൃപ തന്നു. ഇന്ന് നാം ജീവിക്കുന്ന കൃപയിലാണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മൂലമുള്ള പ്രവേശനം ലഭിച്ചു. ഇന്നും നിൽക്കുന്നത് കൃപയിലാണ്. പത്രോസ് തന്നെ ഇതിന്റെ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ നിൽക്കുന്നത് സത്യകൃപയിലാണെന്ന് നിങ്ങൾ ഓർക്കുക. എന്നാൽ കർത്താവിന്റെ പ്രത്യക്ഷതയിലാണ് ഈ കൃപയുടെ മഹത്വപൂർണമായ ഭാഗ്യം നാം കാണാൻ പോകുന്നത്. കൃപയുടെ അത്യന്തതനം വരും കാലങ്ങളിൽ കർത്താവിന്റെ പ്രത്യക്ഷത കാണാൻ പോവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ രക്ഷിച്ച കൃപ, നമ്മെ നിലനിർത്തുന്ന ദൈവത്തിന്റെ കൃപയാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ലഭിച്ച കൃപയുടെ മഹത്വം നാം കാണാൻ പോവുകയാണ്. അവിടുത്തെ ആ മഹത്വമേറിയ ശരീരത്തോട് നമ്മുടെ ശരീരത്തെ, താഴ്ചയുള്ള ശരീരത്തെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമ്പോൾ ദൈവകൃപയുടെ ആ മഹത്വം നാം മനസ്സിലാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ പ്രതിഫലങ്ങളും, നമുക്ക് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും, നമുക്ക് ലഭിക്കുന്ന എല്ലാ നിക്ഷേപങ്ങളും ദൈവകൃപയുടെ മഹത്വത്തെ വെളിപ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ട് ആ കൃപയ്ക്കായിട്ട് കാത്തിരിക്കുക. ഓരോ ദിവസവും കൃപാസനത്തിൽ ചെന്ന് കൃപ പ്രാപിച്ച് ഈ കൃപ ഉപയോഗിച്ച് വിശുദ്ധ ജീവൻ നയിച്ച്, വിജയകരമായ ജീവൻ നയിച്ച് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവകൃപയുടെ മഹത്തായ രൂപം കാണുവാൻ ഒരുങ്ങുക, പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. പ്രിയ ദൈവമക്കളെ, ആ നില അനുഗ്രഹീതമായ പ്രത്യാശപൂർണമായ പ്രത്യാശ സന്തോഷിക്കുന്ന കർത്താവിന്റെ വരവിനായി ഒരുങ്ങുന്ന, ആമേൻ കർത്താവായ യേശുവേ വരയണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന, ആ ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിതമായി നമ്മുടെ കർത്താവ് വരുമ്പോൾ നാം ഒരുങ്ങിയവരായി കാണുവാൻ, അവിടുത്തെ സന്നിധിയിലുള്ള ആ ഒരുമിച്ചുള്ള സന്തോഷം അനുഭവിപ്പാൻ ആ കർത്താവിന്റെ വരവിനായി നോക്കി പാർത്തുകൊണ്ട് അവിടുത്തെ വരവിന് വേണ്ടി നോക്കിയിരിക്കാം. അതിനായിട്ട് ചിന്തകൾ മുഖാന്തരമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹം
ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞു